അതുകൊണ്ട് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നീ കേൾക്കണം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ഇന്ന് നീ അതിന് തയ്യാറാവാത്തതുകൊണ്ട് നാളെ അതൊരു അവസരമായി ആ കുട്ടി മുതലെടുക്കരുത്. അത് ആലോചിച്ചു വേണം ഒരു തീരുമാനം എടുക്കാൻ. നീ അലീനെ കാണുന്നുണ്ടോ? അതോ നിനക്ക് താല്പര്യമില്ലെന്ന് ഞാൻ ആ കുട്ടിയോട് പറയട്ടെ? വേണ്ട മമ്മി. മമ്മി പറഞ്ഞതുപോലെ അവൾ എന്തായാലും മെനക്കെട്ട് ഇവിടം വരെ വന്നതല്ലേ. എന്താ പറയാനുള്ളതെന്ന് അറിഞ്ഞേക്കാം. എവിടെയാ അമ്മച്ചി? നിൽക്കുന്നു. തനിക്ക് സീരിയസ് ആയിട്ട് എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? എന്താണെങ്കിലും പറഞ്ഞിട്ട് വേഗം പോകും നോക്ക്. ജോബിൻ, ഞാൻ വന്നത് നിനക്ക് ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. വന്നത് ഇഷ്ടമായില്ലെന്ന് എനിക്ക് മനസ്സിലായല്ലോ. അത് സത്യമാണ്. അതുകൊണ്ട് ഇനി അധികം വളച്ചു കെട്ടൊന്നും വേണ്ട. കം ടു ദ മാറ്റർ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ തനിക്ക് വേണ്ടി സ്പെയർ ചെയ്യാൻ എൻ്റെ കയ്യിൽ സമയമില്ല. ഡോണ്ട് വറി, ഞാൻ അധികം വളച്ചു കേട്ടില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനുള്ള മനസ്സ് ജോബിൻ കാണിക്കണം. ഒരുപക്ഷെ നമ്മൾ തമ്മിലുള്ള അവസാനത്തെ സംഭാഷണമായിരിക്കും ഇത്. അതെ, അത് അങ്ങനെ തന്നെ ആവണമെന്നാ എൻ്റെ ആഗ്രഹം. സോ പ്ലീസ്. ഇപ്പോഴത്തെ നിന്റെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാം. അതുകൊണ്ട് തന്നെ പറയാൻ പോകുന്ന കാര്യങ്ങള് നിന്നെ കൂടുതൽ അപ്സെറ്റ് ആക്കേ ഉള്ളൂ എന്നും എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് നിനക്ക് നിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു സഹായമാവുമല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഇപ്പൊ വന്നത്. ഓഹോ, സഹായിക്കാനുള്ള പുറപ്പാടാണല്ലേ? ഇതുവരെ ചെയ്തു തന്ന സഹായങ്ങൾക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തെ. ഇനിയും എന്നെ ഇങ്ങനെ സഹായിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. അല്ല, എന്ത് സഹായത്തിനാണാവോ മാഡം ഇപ്പൊ വന്നത്? പരിഹസിച്ചോളൂ, ഞാനത് അർഹിക്കുന്നുണ്ട് ജോബിൻ. പക്ഷേ ഇപ്പൊ ഞാൻ വന്നത് നിന്നെ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാ. നിന്റെ മുൻപില് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് തെറ്റുകൾ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. സമ്മതിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് സമർത്ഥിക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിന്നോട് പണ്ട് തോന്നിയ ഒരു ഇഷ്ടം അതേ അളവിൽ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നോക്ക, ഇനി ആ ഇഷ്ടത്തിന്റെ കണക്കും പറഞ്ഞ് താൻ എന്റെ മുന്നിലേക്ക് വരരുത്. ഒരിക്കൽ ആ ചതിക്കുഴിയിലേക്ക് ഞാൻ വീണു പോയത് എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അത് തെറ്റാണെന്ന് തന്നെ നീ വിശ്വസിച്ചോളൂ. എനിക്കതിൽ പരാതിയോ വിഷമോ ഒന്നുമില്ല. പക്ഷേ നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റതല്ല. നിന്റെ ഭാര്യ എന്ന സ്ത്രീയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റാതെ പോയതാ. മാളവികയെക്കുറിച്ച് നീ പറഞ്ഞത് കേട്ടത് മുതൽ, പിന്നീട് മാളവികയെ നേരിട്ട് കണ്ടിട മുതൽ എന്തോ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിരുന്നു. ചിലപ്പോ നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് എന്റെ മനസ്സ് വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാണെന്നൊക്കെയാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ആ കഥയിലേക്ക് അപ്പു എന്ന ട്രാൻസ്മാൻ എന്ന് എൻട്രി ചെയ്തോ അന്ന് ആ കുട്ടിയുടെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. ജോബിൻ, അപ്പുവുമാണ് ഒരുപക്ഷെ അവര് പ്രായപൂർത്തിയായ ആ സമയത്ത് തന്നെ പരസ്പരം പ്രണയബദ്ധരായ രണ്ടുപേരായിരുന്നു. പക്ഷേ വീട്ടുകാരെയും മറ്റു ബന്ധുക്കളെയും പേടിച്ച് അവര് ആ റിലേഷൻ എക്സ്പോസ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഒടുവില് അവര് തന്നെ അതിനൊരു സൂത്രപ്പണി കണ്ടുപിടിച്ചു. മാളു വിവാഹിതയാവുക, കുട്ടിക്കാലത്തെ കൂട്ടുകെട്ടിന്റെ കാര്യവും പറഞ്ഞ് മാളുവിന്റെ പേഴ്സണൽ ലൈഫില് അപ്പൂന് ഒരു സ്ഥാനം റിസർവ് ചെയ്യുക, അതിനെ പറ്റിയൊരാളെ ലൈഫ് പാർട്ട്ണർ ആക്കുക. ആ പ്ലാനിലേക്കാ ഇതൊന്നും അറിയാതെ ഡേസി ആന്റി നീയും വന്ന് പെട്ടത്. മാളുവിനോട് നിനക്ക് തോന്നിയ ക്രഷ് അവള് വളരെ സമർത്ഥമായി, അവള് മാത്രല്ല അവളും അപ്പവും ചേർന്ന് വളരെ സമർത്ഥമായി ഇംപ്ലിമെന്റ് ചെയ്യായിരുന്നു. അതിനിടയില് മാളു പ്രഗ്നന്റ് ആവുന്നു. അപ്പൂന് പക്ഷെ അത് ഇഷ്ടമാവുന്നില്ല. അപ്പൂന് വേണ്ടി അവളെ തന്നെ ഒരു കാരണം കണ്ടെത്തി അത് ഇല്ലാതാക്കുന്നു. എന്നിട്ടത് നിന്റെ തലയിൽ കെട്ടിവെക്കുന്നു. വീണ്ടും ഒരു ഫാമിലി ലൈഫിലേക്കാണ് നീ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന അപകടം അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നു. അപ്പോഴാണല്ലോ കഥയിലെ വില്ലത്തിയായി ഞാൻ എൻട്രി ആവുന്നത്. ഞാൻ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയെന്നും അത് നിന്നെ അറിയിക്കുമെന്നും രണ്ടുപേർക്കും മനസ്സിലായി. അങ്ങനെ ഞാൻ പറഞ്ഞ് അത് മറ്റുള്ളവർ അറിയരുതെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മനഃപൂർവ്വം ഒരു ഇഷ്യൂ ഉണ്ടാക്കി നിന്നെ കുറ്റക്കാരനാക്കി മാളു നിന്നിൽ നിന്നും ഡിവോഴ്സ് വാങ്ങാൻ ശ്രമിച്ചത്. പക്ഷെ അപ്പോഴും വിചാരിച്ച പോലെ അവർക്കൊന്നാകാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോ, ഇനിയിപ്പൊ കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് പൂർണ്ണമായും ബോധ്യം വന്നപ്പോ മാളുവിനെയും കൂട്ടി അപ്പു സ്ഥലം വിട്ടു. അതാണ് ശരിക്കും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്.
അല്ലാന്ന് നിനക്ക് നെഞ്ചി കൈവച്ച് പറയാമോ ജോബിൻ? എന്നതാ അവള് കുനുകുനാന്ന് അവനോട് എന്തൊക്കെയോ പറയാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായല്ലോ ഡേസമ്മ. ഇനി ഗർഭത്തിന്റെ കാര്യം വല്ലതും ആന്നോ? ശരിയാണ്, ഞാൻ നിന്നോട് ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കണമെന്നില്ല. ഒക്കെ നിന്റെ യുക്തിക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം വരുമല്ലോ, അപ്പൊ നീ വിശ്വസിച്ചാ മതി. എന്റെ സ്നേഹത്തെ നിനക്ക് നിഷേധിക്കാം, ഞാനതിന് അർഹയല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം നീ ഓർത്തോ ജോബിൻ, മാളവികയെ ഇനിയും നീ നിന്റെ മനസ്സിൽ കൊണ്ട് നടക്കരുത്. കഴിയുന്നത്ര വേഗം അവളെ നീ മറക്കണം. കാരണം അവള് നിന്റെ പെണ്ണല്ല, അപ്പുവിന്റെ പെണ്ണ. ആ റിയാലിറ്റിയുമായി നീ എത്രയും പെട്ടെന്ന് പൊരുത്തപ്പെടാൻ ശ്രമിക്ക്. ഇത്രയുള്ള എനിക്ക് നിന്നോട് പറയാൻ. കേൾക്കാൻ ഒരു സാവകാശം കാണിച്ചതിന് എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. പോട്ടെ ജോബിൻ. എന്നതാണ് ജോക്കുട്ട? എന്നാ പറയാനാ അവള് വന്നത്? വല്ല പ്രശ്നമുണ്ടോ മക്കളെ? ഒന്നുമില്ല അമ്മച്ചി. പിന്നെ എന്നാത്തിനാ അവള് വന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. മമ്മി പോട്ടെ. ഒരുമിച്ച് ജീവിക്കാനാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ എപ്പോഴും ആവർത്തിക്കുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകൾ ഇല്ലെന്ന് തന്നെയാ ഞങ്ങളുടെ തീരുമാനം. ഇനി അതല്ല, ചെയ്തു പോയത് അബദ്ധമാണെന്ന് അവൾക്ക് തോന്നും, സ്വയം ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ അവള് മാത്രം തിരിച്ചു വരികയാണെങ്കിൽ സ്വീകരിക്കുന്ന കാര്യം ഞാനൊന്ന് ആലോചിക്കും. പോട്ടെ ഗീത, താൻ ഇനി അതോർത്ത് വിഷമിക്കണ്ട. അവരവരുടെ നിലപാട് പറഞ്ഞു, അങ്ങനെ കരുതിയാ മതി. തനിക്ക് എന്നോടൊന്ന് ആലോചിച്ചിട്ട് അശ്വതിയുടെ മുരളിയോടും പ്രസന്റ് ചെയ്താൽ മതിയായിരുന്നു. എന്ന് വെച്ചാ ഞാൻ ചെയ്ത് തെറ്റായി പോയി എന്നാണോ വി പി പറയുന്നത്? ഏയ്, ഒരിക്കലും അല്ല. എന്നാലും ഈ ഒരു അവസരത്തിൽ താൻ അവരുടെ മുന്നിൽ അങ്ങനെ റിക്വസ്റ്റ് നടത്തേണ്ടിയിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് വേണം വി പി? അവരിനി എങ്ങനെയെങ്കിലും ജീവിക്കട്ടെന്ന് കരുതി ഞാനിവിടെ സമാധാനത്തോടെ ഇരിക്കണമായിരുന്നോ? എന്നെ കൊണ്ടത് കഴിയുമെന്ന് വി പിക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരും അപ്പുനെ ഉപേക്ഷിച്ചപ്പോഴും അതിന് മനസ്സ് വരാതെ എന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചവളാ ഞാൻ. എനിക്ക് അപ്പുനെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ കഴിയുമോ? അപ്പുനെ മാത്രമല്ല, മാളൂനെയും. അവരൊരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ ആരെങ്കിലും അവർക്ക് തുണയായിട്ട് വേണ്ടേ വി പി? എന്തായാലും അശ്വതിയുടെ മുരളിയുടെയൊക്കെ നിലപാട് നേരത്തെ അറിഞ്ഞത് ഒരു കണക്കിന് നന്നായി. അശ്വതിയുടെ നിലപാട് ഒരിക്കലും ഇതാവില്ല, എനിക്ക് ഉറപ്പുണ്ട്. അശ്വതിക്ക് ഒരിക്കലും മാളൂരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇപ്പൊ അശ്വതി ഒന്നും മിണ്ടാ നിന്നത് മുരളിയെയും ഇന്ദിരാമയും പേടിച്ചിട്ടാ. ആ പേടി അശ്വതിക്കുള്ളിടത്തോളം കാലം ഭർത്താവിനെ അമ്മയെ ധിക്കരിച്ച് മറുത്തൊരു തീരുമാനം അവർക്കെടുക്കാനാവില്ല ഗീത. ഇന്ദിരാമയും മുരളി അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം മാളുവിനെ അപ്പുവിനെ സ്വീകരിക്കാൻ അശ്വതി തയ്യാറാവില്ല. ഇനിയിപ്പോ തയ്യാറായാൽ കൂടി മറ്റുള്ളവർ അതിന് സമ്മതിക്കില്ല. വി പി സമ്മതിക്കോ? പറ വി പി. മാളുവിന്റെ കൈയും പിടിച്ച് അപ്പു ഈ വീട്ടിലേക്ക് കയറി വന്ന അവരെ സ്വീകരിക്കാൻ വി പി തയ്യാറാണോ? അതാദ്യം പറ. എന്താ വി പി, എന്താ ഒന്നും പറയാത്തെ? വി പിക്ക് അവരെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാലും എന്റെ ഡേസമോ, ഞാൻ ആ കൊച്ചിനോട് അത്രയ്ക്ക് അങ്ങ് കടുപ്പിച്ച് സംസാരിക്കണ്ടായിരുന്നു അല്ലയോ? അതമ്മച്ചിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. വീട്ടിൽ വരുന്നവരാരായാലും, അതിന് ശത്രുക്കളായാലും
നമ്മൾ അവരോട് മര്യാദയ്ക്ക് വേണം പെരുമാറാൻ. അല്ല, എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മനസ്താപം തോന്നാനും മാത്രം? അതല്ലടി കൊച്ചേ, കാര്യം അവള് തട്ടിപ്പുകാരിയും തന്റെ ഇഷ്ടക്കാരിയൊക്കെ ആണേലും ഒരു കണക്കിന് നോക്കിയാ നമ്മുടെ ജോക്കുട്ടിനെ വലിയൊരു ആപത്തിൽ നല്ലി അവള് രക്ഷിച്ചത്. നിന്റെ മരുമോളും ആ എറണംകെട്ട കൊച്ചനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഇത്ര നാളായിട്ട് നീയോ ജോക്കുട്ടാ മനസ്സിലാക്കിയില്ലല്ലോ. ആ പോട്ടെ, ഞാനിവിടെ വന്നിട്ട് എത്ര നാളായി. കാര്യം അവരുടെ കൂട്ടുകെട്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നേ ഉള്ളൂ. പക്ഷെ എന്റെ പൊട്ട ബുദ്ധി പോലും ഇങ്ങനൊരു അപകടം എനിക്ക് തോന്നിയില്ലല്ലോ. പക്ഷെ അവക്കത് തുടക്കത്തിലേ മനസ്സിലായി. അവര് തരക്കാരല്ലേ, പോരാത്തതിന് ഡോക്ടറും. അപ്പൊ ഇവിടുത്തെ കൊച്ചിന്റെ ഏനക്കേട് കണ്ടപ്പോഴേ അവക്ക് കാര്യം മനസ്സിലായി. നമ്മുടെ ചെറുക്കൻ വെറും പാവമല്ലയോ. ചിരിച്ചു കാണിക്കുന്ന എല്ലാ സ്നേഹവും വെളുത്തിരിക്കുന്നതൊക്കെ പഞ്ചാരി. അവൾ അങ്ങനെയല്ല കേട്ടോ, മിടുക്കിയ. എന്തു മിടുക്ക്? അതൊന്നും ഒരു മിടുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ജോബിനെ അറിയിക്കേണ്ട രീതി ഇങ്ങനെയായിരുന്നില്ലല്ലോ. സത്യസന്ധമായ കാര്യം അവനെ അറിയിക്കാൻ അവർ തമ്മിൽ സൗഹൃദവും ഉണ്ട്. അതിനെങ്ങനെ ഒരു വളഞ്ഞ വഴി ആ കുട്ടി സ്വീകരിക്കാൻ ഒരു കാര്യമില്ലായിരുന്നു. അത് ചിലപ്പോ ഒരുപക്ഷെ നേരിട്ട് ജോക്കുട്ടിനത് താങ്ങാൻ പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ ഒരു വളഞ്ഞ വഴി കണ്ടെത്തിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ജോക്കുട്ടിനോടുള്ള ഇഷ്ടവും അതിനുള്ള കാരണമായിരിക്കും. അതിന്റെ ഒരു കാരണമായിരിക്കുമെന്നല്ല, മാളുവിൽ നിന്ന് ജോബിനെ തട്ടിയെടുക്കാൻ ആ കുട്ടി മനഃപൂർവ്വം ശ്രമിച്ചതാ. അത് നടക്കാതെ വന്നതിന്റെ ദേഷ്യത്തിനാവും താൻ ഗർഭിണിയാണെന്നൊക്കെയുള്ള കള്ളക്കഥ പറഞ്ഞുണ്ടാക്കാൻ അതിന് തോന്നിയത്. അപ്പൊ അത് കള്ളക്കഥയാണെന്ന് നിനക്ക് നല്ലോണം അറിയാം. എന്നിട്ട് എന്തിനാടി പാവൻ ജോക്കുട്ടിനെ ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്? അത് കള്ളക്കഥയാണെന്ന് ഞാനോ അവനോ ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ അമ്മച്ചി. അത് സത്യമാണോ കള്ളമാണോ എന്ന് പറയേണ്ടത് അലീനയാ. അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത അവൾ ആരോപണം ഉന്നയിച്ച പുരുഷന് തന്നെയാ. അത് തെളിയിക്കപ്പെടും വരെ സംശയത്തിന്റെ നിഴലില്ല ജോബിൻ. നീ ഈ പറയുന്ന ചട്ടവും നിയമവും ഒന്നും എനിക്ക് ബോധ്യപ്പെടുന്നില്ല. ദേ, സ്വന്തം മക്കൾക്കെതിരെ ഇല്ലാക്കഥ ഉണ്ടാക്കുന്നവരെ നിലയ്ക്ക് നിർത്താനാ സാധാരണ അപ്പനും അമ്മച്ചിയും ശ്രമിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ കള്ളമാണെന്ന് അറിഞ്ഞിട്ടും അവനെ മാറ്റി നിർത്താനല്ലേ നീ നോക്കിയത്? അവള് പോകുന്നതിന് മുമ്പ് അതേക്കുറിച്ച് ജോക്കുട്ടിനെ കൊണ്ടൊന്ന് ചോദിപ്പിക്കണമായിരുന്നു. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. സത്യം എന്താണെന്ന് അവളെയും ജോബിനെയും പോലെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനും അറിയാമച്ചി. അതെന്താണെന്ന് തമ്പുരാനായിട്ട് തന്നെ എന്നെ ബോധ്യപ്പെടുത്തിക്കോളും. ജോക്കുട്ടൻ എവിടെ പോയതാടി? അറിയില്ല. ചിലപ്പോ മുരളിയെയും അശ്വതിയെയും കാണാൻ വേണ്ടി പോയതാവും. ഇനി എന്തിനാ അവൻ അങ്ങോട്ട് പോയത്? ദേ, ഇനി ആവശ്യമില്ലാതെ അവിടെ ചുറ്റിപ്പറ്റി നടക്കരുതെന്ന് അവൻ വരുമ്പോ നീ ഒന്ന് പറഞ്ഞേക്കണം. വേലിയും പൊളിച്ചു പോയവരൊക്കെ എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് വിചാരിച്ചേക്കണം. അല്ലാതെന്താ? ഓ, ഒരു അന്വേഷിച്ച് പോക്കുകാര്. മാളു, എന്താ നീ എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നെ? ഇതാണോ നിനക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? അപ്പോ ഇവിടെ വന്നിടം മുതല് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നമ്മൾ എന്താ ഇവിടെ? ഒന്നിനും കൃത്യമായ ഒരു ഉത്തരം നീ പറഞ്ഞില്ല. എപ്പോഴും ഞാൻ ചോദിക്കാം, എന്തിനാ നമ്മൾ ഇവിടേക്ക് വന്നത്? ഇതാരുടെ സ്ഥലാ? നമ്മൾ എന്തിനാ ഇവിടെ കഴിയുന്നേ? സ്ഥലം ആരുടെയെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ നീ ഓക്കെ അല്ലേ? അത് പറ. ഓക്കെ ആവണമെങ്കിൽ എന്തിനാ നമ്മൾ ഇവിടേക്ക് വന്നതെന്ന് നീ എന്നോട് പറയണം. ശരി, ഇനി അതറിയാഞ്ഞിട്ട് നിനക്ക് ബുദ്ധിമുട്ട് തോന്നണ്ട. അതെ, നമുക്ക് രണ്ടുപേർക്കും മാത്രമായി കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യണമെന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? അന്ന് ഞാനത് ഇത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ
നിന്റെ അവസ്ഥയെക്കുറിച്ച് നേരിട്ട് ബോധ്യമായപ്പോ നിന്റെ ആ ആഗ്രഹം വളരെ ജനുവനാണെന്ന് എനിക്ക് തോന്നി. അതാ നിന്നെയും പൊക്കി കൈയോടെയും കൊണ്ടുവന്ന്. ഇപ്പൊ നമ്മൾ എന്തിനാ ഇവിടെ വന്നേന്ന് നിനക്ക് മനസ്സിലായോ? അപ്പോ നമ്മുടെ വീട്ടുകാർക്ക് ഇതറിയോ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാന്നറിയാം, പക്ഷേ എവിടെയാന്നറിയില്ല. പേടിക്കണ്ട. എന്നുവെച്ചാൽ അവരന്വേഷിച്ച് വരാനോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏർപ്പാടെന്ന് പറയുമ്പോ? ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചാണ്, കുറച്ചു ദിവസം കഴിയുമ്പോൾ തിരിച്ചെത്തുമെന്നൊക്കെ. അപ്പോ അവരൊക്കെ എന്താവും കരുതുക? നോക്കുമാളൂ, അവരെന്ത് വിചാരിക്കുന്നതിന് ഇവിടെ പ്രസക്തിയില്ല. ഇവിടെ ഇപ്പോ നമ്മൾ ഒരുമിച്ചാണ്, നമ്മുടെ ഇഷ്ടങ്ങളാണ്. കുറച്ചു ദിവസം നീ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കണ്ട. പറഞ്ഞല്ലോ, ബിപിയുടെ മുരളിയങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോ ഡോക്ടറും ഡേസി ആന്റി അറിഞ്ഞോ? അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഡേസി ആന്റിക്ക് നമ്മളെ മനസ്സിലാവുന്നുള്ളതുകൊണ്ട് മറ്റുള്ളവരെ പോലെ നമ്മളെ തെറ്റിദ്ധരിക്കില്ല. അപ്പോ മറ്റുള്ളവരൊക്കെ നമ്മളെ തെറ്റിദ്ധരിക്കുന്നുണ്ടല്ലേ? അതിനെക്കുറിച്ചൊന്നും നീ ഇപ്പം ആലോചിക്കണ്ട. നോക്കുമാളൂ, ഇനി ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവാ. നീ മെന്റലി വല്ലാതെ ഡിപ്രസ്ഡ് ആയിരുന്നു. ഒരു പരിധിവരെ ഞാനും. നമ്മുടെ വീട്ടുകാര് നമ്മളെ വേണ്ടത്ര മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. എന്നിലെ പുരുഷനെയും നിന്നിലെ സ്ത്രീയെയും മറ്റൊരു കണ്ണിലൂടെ മാത്രമേ അവർക്കിപ്പോൾ കാണാൻ കഴിയൂ. പക്ഷേ ഒരു സ്ത്രീക്കും പുരുഷനും ഇടയിലുള്ള റിലേഷൻ അത് മാത്രമല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കൂടിയാ നമ്മുടെ മാറി നിൽക്കൽ. നല്ല ഫ്രണ്ട്ഷിപ്പിനപ്പുറം പരസ്പരമുള്ള ഷെയറിങ്ങിനും കെയറിങ്ങിനും അപ്പുറം നമ്മുടെ റിലേഷനിൽ ഒന്നുമില്ലെന്ന് അവരെ ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി കൂടിയാ ഇങ്ങനൊരു മാറ്റം ഞാൻ പ്ലാൻ ചെയ്തത്. ഇവിടെ നമ്മളെ തേടി ആരും വരില്ല. ഈ സ്ഥലം ആരുടെയാ? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പരിചയക്കാരന്റെ റിസോർട്ടാ. ഓഫ് സീസൺ കാരണം ഇപ്പൊ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടേക്ക് അധികം ഗസ്റ്റുകളൊന്നും വരില്ല. കുറച്ചു ദിവസം നമ്മളിവിടെ അടിച്ചു പൊളിക്കുന്നു, സേഫായിട്ട്. പിന്നെ നിന്നോടായതുകൊണ്ട് മാത്രം ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നമ്മളെ സഹായിക്കാൻ എനിക്കും നിനക്കും പരിചയമുള്ള ഒരാളുണ്ട്. അയാളാണ് നമ്മളെ സേഫായിട്ട് ഇവിടെ എത്തിച്ചത്. ആരായാള്? അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പൊ നീ മറ്റൊന്നിനെ പറ്റി ആലോചിക്കണ്ട. ഈ പുതിയ അന്തരീക്ഷം നന്നായിട്ടൊന്ന് ആസ്വദിക്കുക. മൈൻഡ് കഴിവതും ഫ്രീ ആയിട്ട് വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ നീ ഫിസിക്കലി ആൻഡ് മെന്റലി വളരെ വീക്കാ. അതിന് നമ്മളൊരു ഡോക്ടറുടെ സഹായം തേടുന്നു. ആളിവിടെ വരും. ഞാൻ പറയുന്നൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ മാളു? അപ്പോ നീ ഇവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വാ. ഞാൻ അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറയാം. ഓക്കെ? ബി കൂൾ ഡിയർ. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഇങ്ങനെ മുഖം വലിച്ചു മുറുക്കി നടക്കാനല്ല. ഒന്ന് ചിരിക്ക് സഖാവേ. ഓക്കെ, എന്താ വരുന്നു. അപ്പോ അപ്പവും ആളും ഒരുമിച്ചുണ്ടെന്ന് ഉറപ്പാ അല്ലേ അങ്കിൾ? അതെ, അങ്ങനെയാ അപ്പു ഗീതയോട് പറഞ്ഞേ. അവരെ ട്രേസ് ചെയ്യാനോ കംപ്ലൈന്റ് ചെയ്യാനോ നോക്കിയാൽ രണ്ടുപേരും സൂയിസൈഡ് ചെയ്യുന്നൊക്കെയാ ഭീഷണി. അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളായിട്ടൊരു ഇഷ്യൂവിന് പോകാതിരിക്കുന്നല്ലേ അങ്കിൾ നല്ലത്? ഞാൻ വിചാരിച്ചത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാവും മാളു വക്കീലിനോട് അപ്പുവായിട്ടുള്ള സൗഹൃദം ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്ന്. പക്ഷേ അത് വളരെ ജെന്യുവിനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്.